കർത്താവിനാൽ സ്നേഹമുള്ളവരെ, വചനവയലിൽ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 8-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. സമാഗമ കൂടാരത്തിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി സേവനം ചെയ്യുവാനും അവർക്കു വേണ്ടി പരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും ജനം വിശുദ്ധ സ്ഥലത്തെ സമീപിച്ചാൽ അവരുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കുവാനുമായി അവരിൽ നിന്ന് ലേവ്യരെ ഞാൻ തിരഞ്ഞെടുത്ത് അഹറോനും പുത്രന്മാർക്കും ഇഷ്ടദാനമായി കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലേവ്യരെ സമൂഹത്തിൽ നിന്ന് വേർതിരിച്ചു. പ്രത്യേകമായ ഒരു അവകാശം അവർക്ക് നൽകി. ആ അവകാശം എന്ന് പറയുന്നത് കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും ദൈവഹിതപ്രകാരമുള്ള കാഴ്ചകളും പരിഹാരകർമ്മങ്ങളും ജനത്തിനു വേണ്ടി അർപ്പിക്കുവാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇസ്രായേലിലെ ആദ്യജാതന്മാർക്ക് പകരമായിട്ടാണ് കർത്താവ് ഈ ജനത്തെ, പ്രത്യേകിച്ച് ലേവ്യ ഗോത്രത്തെ തിരഞ്ഞെടുത്തത്. അപ്പോൾ സമാഗമ കൂടാരത്തിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി സേവനം ചെയ്യുവാനും അവർക്ക് വേണ്ടി പരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുമായിട്ടാണ്. അപ്പോൾ ഒരു പുരോഹിതൻ്റെ ഒരു യഥാർത്ഥ ശുശ്രൂഷ പരിഹാരത്തിൻ്റെ ശുശ്രൂഷയാണ്. ജനം ചെയ്തു പോകുന്ന നിരവധിയായിട്ടുള്ള അസംഖ്യമായിട്ടുള്ള പാപങ്ങൾക്ക് ആരാണ് പരിഹാരം ചെയ്യേണ്ടത്? ആ സമൂഹത്തിലായിരിക്കുന്ന പുരോഹിതനാണ് അതിനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അപ്പോൾ പുരോഹിതൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം താൻ ആയിരിക്കുന്ന സമൂഹത്തിന് വേണ്ടി പരിഹാരം ചെയ്യുക എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ നിത്യപുരോഹിതനായ ഈശോ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ലോകത്തിന് യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന എന്നുള്ളതാണ്. അപ്പോൾ ആ പരിഹാരം ചെയ്യുന്ന കുഞ്ഞാടായിട്ടാണ് ദൈവം പൗരോഹിത്യത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ പുരോഹിതൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബലിയർപ്പണമാണ്. ബലിയർപ്പണം ഒരു പാപപരിഹാരത്തിൻ്റെ ബലിയാണ്. അങ്ങനെ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും ജനം വിശുദ്ധ സ്ഥലത്തെ സമീപിച്ചാൽ ഉണ്ടാകുന്ന ആ വലിയ മാരകമായ അശുദ്ധി, ആ അശുദ്ധി മൂലം ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന മഹാമാരികൾ മാറിപ്പോകുവാനുമായി ലേവ്യരെ കർത്താവ് തിരഞ്ഞെടുത്തു. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഏതെങ്കിലും അപക്വത മൂലമുള്ള പ്രവൃത്തി, പ്രത്യേകിച്ച് വിശുദ്ധ സ്ഥലത്തിനെതിരായിട്ടുള്ളൊരു പ്രവൃത്തി, അതൊരിക്കലും ക്ഷമിക്കാനാകുന്നൊരു തെറ്റല്ല. അശുദ്ധിയോടുകൂടി വിശുദ്ധ സ്ഥലത്തെ സമീപിച്ചാൽ അതൊരു മഹാമാരിക്ക് കാരണമാകും. ആ മഹാമാരി ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലേവ്യ ഗോത്രത്തിൻ്റെ പാപപരിഹാര കർമ്മത്തെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ അതിന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കേണ്ട പുരോഹിതൻ ആ കർമ്മം ചെയ്യുന്നില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് തന്നെ വലിയൊരു തടസ്സമായി മാറും എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ വിശുദ്ധീകരണത്തിന് അത്യാവശ്യമാണ് എന്ന് നാം തിരിച്ചറിയണം. ആ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ദൈവികമായ തലത്തിലൂടെ ദൈവജനത്തിന് പരിഹാരമായി മാറുവാൻ നമുക്ക് സാധിക്കും. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ച്.